സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. ഹബീബിന്റെ പേരിന് വലിയ പവറുണ്ട്. മുത്തുനബിനെ പ്രസവിച്ച് അവിടുന്ന് 7ാമത്തെ ദിവസം അഖീഖ അറുത്ത് അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊടുത്തു. അബ്ദുൽ മുത്തലിബ് എന്നവര്, മുത്തുനബിയുടെ ഉപ്പാപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊടുത്ത് ഓരോ ഖുറൈശികളെയും വിളിച്ച് വഅത്അമഹും വഅക്റമഹും അങ്ങനെ ബഹുമാനിച്ചു, വല്ലാതെ ബഹുമാനിച്ചു. മുത്തുനബിയെ പ്രസവിച്ചിട്ട് 7ാമത്തെ ദിവസം അഖീഖ അറുത്തിട്ട് അവിടുന്ന് ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. ഭക്ഷണം വിതരണം ചെയ്തിട്ട് ജനങ്ങളൊക്കെ പോകുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുന്നു, സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ കുട്ടിക്ക് എന്ത് പേരിട്ടെന്ന് ചോദിക്കാറില്ലേ? കുട്ടിക്ക് എന്ത് പേരിട്ട്, എന്താണ് കുട്ടിയുടെ പേര് എന്നൊക്കെ ചോദിക്കാറുള്ളത് പോലെ അന്നും ഒരു ചോദ്യം ചോദിക്കുകയാണ്, മാ സമ്മൈതബനക, എന്താണ് അബ്ദുൽ മുത്തലിബ് എന്നവരെ നിങ്ങളുടെ മകന്റെ മകനാകുന്ന ആൾക്ക് പേരിട്ടത് എന്ന് ചോദിക്കുമ്പോ സമ്മൈതുഹു മുഹമ്മദാ, അവിടുന്ന് അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു വാക്കാണ്, ഞാൻ പേരിട്ടത് മുഹമ്മദ് എന്നുള്ള പേരാണ്. എന്റെ മകനിക്ക് ഞാൻ ഇട്ട പേര് മുഹമ്മദ് എന്നുള്ള പേരാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് എന്നുള്ള പേര് ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ വലിയ ബറക്കത്താണ്. ആ പേരിനെ നാം വളച്ചൊടിക്കാൻ പാടില്ല. ചില ആള് മുഹമ്മദിനെ മമ്മദ് എന്നൊക്കെ വിളിക്കാറുണ്ട്. മുഹമ്മദ് അല്ലെങ്കിൽ അഹ്മദ് എന്നുള്ള പേര് മുത്തുനബിയുടെ പേരാണ്, ഖുർആനിൽ പറഞ്ഞ പേരാണ്, അതുപോലെ തൗറാത്തിൽ പറഞ്ഞ പേരാണ്, ഇഞ്ചീലിൽ പറഞ്ഞ പേരാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഇസ്മുഹു അഹ്മദ്, ശേഷം ഒരു നബി വരാനുണ്ട്. തൗറാത്തിൽ പറഞ്ഞ പേരാണ്, ശേഷം ഒരു നബി വരാനുണ്ട്, ഇസ്മുഹു അഹ്മദ്. ആ നബിയുടെ പേര് അഹ്മദ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്.